നമ്മുടെ സായാഹ്ന വാർത്താ യാത്രയിൽ നമുക്ക് ആദ്യം വയനാടിനായുള്ള ദുരിതാശ്വാസ നിധിയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരിതാശ്വാസ ചെലവ് പുറത്തുവിട്ടിരിക്കുകയാണ് സർക്കാർ. ഓരോ മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായെന്നാണ് സർക്കാരിന്റെ കണക്ക്. 359 മൃതദേഹം സംസ്കരിക്കാൻ ചെലവായത് 2,76,00,000 രൂപയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കായി 1 കോടി രൂപയുടെ ചെലവുണ്ടെന്ന് സർക്കാർ കണക്കിൽ പറയുന്നു. അതേസമയം കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് കണക്ക് തയ്യാറാക്കിയതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. ദുരിതാശ്വാസ ചെലവിൽ അഴിമതി ആരോപിച്ച് BJP രംഗത്ത് വന്നു. നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അഴിമതിയെന്ന് മുസ്ലിം ലീഗും ആരോപിച്ചു. ദുരിതാശ്വാസ കണക്ക് സംബന്ധിച്ച് പ്രചരിക്കുന്നത് നുണയാണെന്നും പിൻവലിച്ച് മാപ്പ് പറയണമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, ഈ കണക്ക് വന്നത് എങ്ങനെയാണ്? ഈ കണക്ക് ഒരു എസ്റ്റിമേറ്റ് ആണോ? അതായത് തുക കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ തുക കൂടുതലായി നിശ്ചയിച്ച് നൽകുക, അങ്ങനെ ഒരു സംവിധാനമുണ്ടല്ലോ, അതാണോ ഇവിടെ ഈ കണക്കായി പുറത്തു വന്നിരിക്കുന്നത്? ഈ കണക്കിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഈ കണക്കിന്റെ ഒരു വാസ്തവം എന്താണ്? നമ്മുടെ പരിശോധനയിൽ ബോധ്യപ്പെട്ടത് എന്താണ് രഞ്ജിത്ത്? സുജി, 17-ാം തീയതിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട്, ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതായത് സർക്കാർ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായതിനു ശേഷം എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചുള്ള ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടാണ് ഹൈക്കോടതി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 17-ാം തീയതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 23-ാം തീയതി സർക്കാർ ഹൈക്കോടതിയിൽ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിൽ പറയുന്ന ചെലവുകളാണ് ഇത്. അതിൽ പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്ത അസസ്മെന്റ് എസ്റ്റിമേറ്റ് ആണ്. അതായത് സർക്കാർ കണക്ക് കൂട്ടിയ അനുമാന തുകയാണ് ഇത് എന്നാണ് തന്നെയാണ് പറയുന്നത്. പക്ഷേ സർക്കാർ ഇത് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരു അസസ്മെൻ്റ് ഉണ്ട്, സർക്കാരിൻ്റെ കണക്ക് കൂട്ടൽ അതിന് പിന്നിലുണ്ട്. ആ കണക്ക് കൂട്ടിയ തുക പ്രകാരമാണ് ഒരു ശവം, ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ വളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുത്ത വകയിൽ 10 കോടി രൂപ ചെലവായി എന്ന് പറയുന്നു. വളണ്ടിയേഴ്സിന് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയതിൽ 4 കോടി രൂപ ചെലവായി എന്ന് പറയുന്നു. ഇങ്ങനെ വലിയൊരു തുക, അതായത് ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കാൻ വേണ്ടി 11 കോടി രൂപ, ക്യാമ്പിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി രൂപ, ഇത്തരത്തിലുള്ള ഒരു ഭീമമായ തുകയുടെ കണക്കാണ് പുറത്തുവിടുന്നത്. ഇതിൽ വിശദീകരണമായി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി രംഗത്ത് വരുന്നു. അവർ പറയുന്നത് ഇത് കേവലം അനുമാനം മാത്രമാണ്. അനുമാനത്തിൽ തന്നെ ഇത്രയും വലിയ തുകയോ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ അനുമാനിച്ച തുകയിൽ വലിയ തുകയുണ്ടായതിൻ്റെ ഒരു സാങ്കത്യം അവർ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ പകർപ്പാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ തുക മെമ്മോറാണ്ടമായി കൊടുക്കുമ്പോൾ, 500 കോടിയുടെ ചെലവ് കാണിച്ച് തുക കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതിൽ നിന്നൊരു വിഹിതമാണ് അനുവദിക്കാറുള്ളത്. ഇപ്പോൾ പ്രളയകാലത്തൊക്കെ വലിയ തുക ആവശ്യപ്പെട്ടു, പക്ഷെ പിന്നീട് കിട്ടിയത് ചെറിയ തുകയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അനുമാനിക്കുന്നത് കേവലം ഭീമമായ തുകയായതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് 17 ദിവസത്തിന് ശേഷമാണ്. അതിലെന്തുകൊണ്ട് ഈ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടിൽ ഇതുവരെ ചെലവായ തുകയെക്കുറിച്ച് സർക്കാർ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. സർക്കാരിന് കൃത്യമായി തുക രേഖപ്പെടുത്താവുന്ന കണക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം പോലെ ഒരു സ്ഥലത്ത് നഷ്ടപ്പെടുന്ന വീടിന് 1.3 ലക്ഷം രൂപ മാത്രം നഷ്ടപരിഹാരം കണക്കാക്കുന്ന NDRF മാനദണ്ഡം അതെങ്ങനെയാണ് നമുക്ക് പ്രതിസന്ധിയാകുന്നത്? അതൊക്കെയാണ് ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണമായി വരുന്നത്. നമുക്ക് അതിലേക്ക് വരാം. സർക്കാരിന് പറയാനുള്ളത് എന്താണ്? ഈ കണക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കണമല്ലോ. ആ കണക്കിലേക്ക് നമുക്കൊന്ന് കടക്കണ്ടേ?